ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയുന്നത് നാച്ചുറൽ ഹെയർ ഡൈ നമുക്ക് നാച്ചുറലായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോസ് അല്ലാതെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറേ സംശയങ്ങൾ കുറേ പേര് നാച്ചുറൽ ഹെയർ ഡൈയെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തികച്ചും നാച്ചുറലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ പലരും നമ്മൾ കമ്പനി പ്ലേസ് അല്ലെങ്കിൽ കമ്പനി വെച്ച് എടുക്കുന്നത് വെച്ച് അത് പ്യുവർ നാച്ചുറൽ ആണോ, അതിനകത്ത് അമോണിയ ഇല്ലേ എന്നൊക്കെ ഉള്ള രീതിയിൽ കുറേ സംശയങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഈ സംശയത്തിന് ഒക്കെ ഒരു മറുപടി ആയിട്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു നാച്ചുറൽ ഹെയർ ഡൈ ഒരു വീഡിയോ ആയിട്ട് വന്നത്. വേറെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കണം. അപ്പോൾ നാച്ചുറൽ ഹെയർ ഡൈ ഏറ്റവും ഈസി ആയിട്ടുള്ള രീതിയിൽ നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കുന്നത് വെച്ച് മിക്സ് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ട് നമ്മൾ കുറച്ചൊന്ന് ടൈം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുടി കറുപ്പിക്കാൻ അല്ലെങ്കിൽ നാച്ചുറലായിട്ട് തന്നെ മുടി ഹെയർ ഡൈ ചെയ്യുവാൻ സാധിക്കുന്ന ഒരു ടിപ്സാണ് ഞാൻ ഇന്ന് പറയുന്നത്. അപ്പോൾ അതിന് കുറച്ച് ഇൻഗ്രീഡിയൻസ് വേണം. കുറച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു 6 ഇൻഗ്രീഡിയൻസ് നമ്മുടെ കയ്യിൽ വേണം. ഈ ഒരു 6 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ഹെയർ ഡൈ പറയുന്നത്. അത് മാത്രമല്ല, നമ്മൾ ഈ ഹെയർ ഡൈ തയ്യാറാക്കി വെച്ചിട്ട് ഒരു ഓവർനൈറ്റ് കഴിഞ്ഞ് അടുത്ത ദിവസമാണ് നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ തന്നെ നമുക്കറിയാം, നേരെ മറിച്ച് നമുക്കൊരു പെട്ടെന്ന് ഉള്ള ഒരു ഡൈ ഒക്കെ ആകുമ്പോഴത്തേക്കിനും അതിനകത്ത് കറുക്കാനായിട്ട്, മുടി കറുപ്പിക്കാനായിട്ട് കുറേയേറെ കെമിക്കൽസ് ചേർത്തിട്ടുണ്ടാകാം. അപ്പോൾ നമ്മൾ നാച്ചുറലായിട്ട് വരുമ്പോൾ അത് നമ്മൾ കുറച്ച് ടൈം എടുത്ത് വേണം ചെയ്യാൻ. അത് എങ്ങനെ തയ്യാറാക്കാമെന്നും അതിൽ എന്തൊക്കെ വേണമെന്നും ഞാൻ പറയാം. അപ്പോൾ അതിൽ നമുക്ക് വേണ്ടത് ഫസ്റ്റ് മൈലാഞ്ചി പൊടി. അപ്പോൾ അത് ഹെന്ന പൗഡർ നിങ്ങൾക്ക് പുറത്തുനിന്ന് വാങ്ങിക്കാം. അതല്ല, നമ്മൾ മൈലാഞ്ചി വീട്ടിലുണ്ടെങ്കിൽ അതൊന്ന് തണലത്ത് വെച്ച് ഉണക്കുക. നമ്മൾ റെഡി ആക്കുവാണെങ്കിൽ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തണലത്ത് വെച്ച് ഉണക്കി വേണം എടുക്കാനുള്ളത്. അതല്ലെങ്കിൽ നമുക്കിത് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഹെന്ന പൗഡർ. രണ്ടാമത് നമ്മൾ കയ്യോന്നിയുടെ പൊടി. അത് എനിക്ക് തോന്നുന്നു നമുക്ക് ആമസോണിൽ കിട്ടുന്നത് ഇൻഡിഗോ, നമുക്ക് അംല പൗഡർ, അതുപോലെ ഭൃംഗരാജ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു കയ്യോന്നിക്ക് നമുക്ക് ആമസോണിൽ നമ്മൾ കൊടുക്കേണ്ടതാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയത്, ഭൃംഗരാജ് എന്ന് പറയും. അപ്പോൾ ഭൃംഗരാജിന്റെ പൗഡർ വാങ്ങിക്കണം. അതുപോലെ ഹെന്ന. അപ്പോൾ മൈലാഞ്ചി പൊടിക്ക് നമുക്ക് ഇപ്പോൾ ആമസോണിൽ കൊടുക്കുന്നവർക്കാണെങ്കിൽ ഹെന്ന പൗഡർ, ഭൃംഗരാജ്, അംല, ഇൻഡിഗോ, അങ്ങനെ ഈ 4 പൗഡറാണ് നമുക്ക് പൗഡർ ഐറ്റംസിൽ വേണ്ടുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയാം. ഹെന്ന പൗഡർ, ഭൃംഗരാജ്, നെല്ലിക്ക, അംല പൗഡർ, അതുപോലെ ഇൻഡിഗോ പൗഡർ. ഈ 4 പൗഡർ നമുക്ക് വേണം. ഇത് പുറത്തുനിന്ന് വാങ്ങിക്കുക. അപ്പോൾ നിങ്ങളിത് ഒരു ഹെയർ ഡൈ തയ്യാറാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളിത് 4 വാങ്ങിച്ചേ പറ്റൂ. പിന്നെ ഇതിന് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇതിന് 2 ടേബിൾ സ്പൂൺ നിങ്ങളുടെ ഹെയറിന് എത്രയാണോ ഹെയറിന്റെ നീളം അനുസരിച്ച് വാങ്ങിക്കുക. ഇപ്പം നിങ്ങൾ ഒരു ജെൻസിനെ സംബന്ധിച്ചൊരു, നമുക്ക് സ്ത്രീകളെ പോലെയല്ല, ആണുങ്ങളിൽ എത്തുമ്പോഴത്തേക്കിനും മുടിക്ക് നീളം കുറവാണ്. അപ്പോൾ അവർക്ക് അതനുസരിച്ച് കുറച്ച് മതിയാകും. എന്നാലും നമുക്ക് എടുക്കാവുന്ന അളവെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ പറയുന്ന അളവ് ഒരു സ്ത്രീക്ക്, ഒരു ലേഡിയെ സംബന്ധിച്ച് എടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ടേബിൾ സ്പൂൺ മൈലാഞ്ചി പൊടി, 2 ടേബിൾ സ്പൂൺ നെല്ലിക്കാപ്പൊടി, 2 ടേബിൾ സ്പൂൺ ഭൃംഗരാജ് കയ്യൂന്നിപ്പൊടി. നെല്ലിക്കാപ്പൊടി മാത്രം നമുക്ക് കുറച്ച് കൂടുതൽ അളവെടുക്കാം. 3-3.5 ടേബിൾ സ്പൂണോ നമുക്ക് എടുക്കാവുന്നതാണ്. അത് നമ്മുടെ ഇപ്പം ആണുങ്ങളെ സംബന്ധിച്ച് ഈ ടേബിൾ സ്പൂൺ എന്നുള്ളത് ടീസ്പൂണിന്റെ അളവിന് എടുത്താൽ മതി. പിന്നെ ഇതിന് തയ്യാറാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇത്രയും പൗഡർ എടുത്ത് വെക്കുക. അതിൽ മൈലാഞ്ചി പൊടി നമുക്ക് മാറ്റി വെക്കാം. 2 ടേബിൾ സ്പൂൺ മൈലാഞ്ചി പൊടി നമ്മൾ മാറ്റി വെക്കുക. ബാക്കി 3 പൗഡർ നമ്മളൊന്ന് ചൂടാക്കണം. അതിന് നമുക്ക് ഏറ്റവും വേണ്ടുന്നത് ഇരുമ്പ് ചീനിച്ചട്ടിയാണ്. ഇരുമ്പ് ചീനിച്ചട്ടിയിലേക്ക് നമ്മൾ ഫസ്റ്റ് നെല്ലിക്കാപ്പൊടി ഇടുക. സിമ്മിലിട്ടിട്ട്, ഫ്ലെയിം ഏറ്റവും കുറച്ചിട്ടിട്ട് ഈ ഇരുമ്പ് ചീനിച്ചട്ടിയിൽ നെല്ലിക്കാപ്പൊടി നന്നായിട്ട് ചൂടാക്കി അതൊന്ന് നന്നായിട്ട് കറുക്കുന്ന രീതിയിൽ ചൂടാക്കി എടുക്കുക. ഇത് ഒന്ന് ഒരു കറക്കുന്ന രീതിയിൽ എത്തുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഇൻഡിഗോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻഡിഗോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ നീലാമരിയാണ് കേട്ടോ. നമ്മുടെ നാട്ടുമ്പുറത്തൊക്കെ കിട്ടുന്ന നീലാമരിയുടെ പൊടിയാണ് ഇൻഡിഗോ പൗഡർ എന്ന് പറഞ്ഞ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നത്. അപ്പം ഇൻഡിഗോ പൗഡർ 2 ടേബിൾ സ്പൂൺ എടുത്തത് ഇതിലേക്ക് ചേർക്കാം. 2 ടേബിൾ സ്പൂണോ 3 ടേബിൾ സ്പൂണോ നമുക്ക് ഇതിലേക്ക് എടുക്കാം. ഇൻഡിഗോ പൗഡറാണ് നമുക്ക് മുടിക്ക് കറുപ്പ് നൽകുന്നത്. ഇൻഡിഗോ പൗഡറിന് ഒരു വയലറ്റ് കളറാണ് വരുന്നത്. ഈ വയലറ്റ് കളർ നമ്മളുടെ മൈലാഞ്ചിയുടെ റെഡ് കളറും കൂടെ ചേർന്നിട്ടാണ് നമ്മളുടെ മുടി ഒന്ന് ബ്ലാക്ക് ആകുന്നത്. അപ്പോൾ ഇൻഡിഗോ പൗഡർ നമ്മൾ എടുക്കുന്നത് 3 ടേബിൾ സ്പൂൺ, 3-3.5 ടേബിൾ സ്പൂൺ വരെ എടുക്കാം.
അപ്പോൾ നെല്ലിക്കാപ്പൊടിയിലേക്ക് നമ്മൾ ഇൻഡിഗോ പൗഡർ ചേർക്കുക. ഇതും നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നെല്ലിക്കയുടെ പൊടി കറുത്തതിന് ശേഷമാണ് നമ്മൾ ഇൻഡിഗോ പൗഡർ യൂസ് ചെയ്യുന്നത്. ഇൻഡിഗോ പൗഡർ അതിനകത്തേക്ക് ഇട്ടിട്ട് ഇതും ഒന്ന് ചൂടാക്കി ഇതും കറക്കുക. ഈ ഒരു പൗഡറും കറക്കുക. എല്ലാം സിമ്മിലിട്ട് വേണം ചെയ്യാനായിട്ട്. ഇത് കറുത്തതിന് ശേഷം നമുക്ക് ബൃങ്കരാജ് കയ്യോന്നി പൗഡർ കൂടി ഇടണം. ഇത് മൂന്നും കൂടി ഒന്ന് ഇട്ടപ്പോൾ ഇന്നും കയ്യോന്നിപ്പൊടി ചേർത്ത് കഴിയുമ്പോഴത്തേക്കിനും ജസ്റ്റ് അതിനൊരു കളർ ഒന്ന് അതിന് ആ ഒരു രീതിയിലുള്ള ഒരു ഗ്രീൻ കളറല്ല. അപ്പോൾ അത് പെട്ടെന്നൊന്ന് മൂത്ത് വരും. അതിനുശേഷം നമ്മളിതൊന്ന് തണുക്കാൻ വെക്കുക. തണുത്തതിന് ശേഷം ഇത് വാങ്ങി വെച്ചിട്ട് നമുക്ക് മൈലാഞ്ചിപ്പൊടി ഇട്ട് കൊടുക്കാം. മൈലാഞ്ചിപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. തണുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ലെമൺ ജ്യൂസ്, നാരങ്ങ ഒരു പോർഷൻ ഹാഫ്, അത് ഇപ്പം വേറെ നിങ്ങൾക്ക് നാരങ്ങ അലർജി ഇല്ലെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്താൽ മതി, അല്ലെങ്കിൽ നാരങ്ങ അവോയ്ഡ് ചെയ്യാം. നാരങ്ങ എടുക്കുന്നവർ ഒരു ഹാഫ് പോർഷൻ, ഒരു നാരങ്ങയുടെ പകുതി ഇതിലേക്ക് പിഴിഞ്ഞ് ചേർക്കുക. പിന്നീട് ഇതിനകത്ത് ചേർക്കേണ്ടത് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയോ, വെളിച്ചെണ്ണ നിങ്ങൾ നോർമലി നിങ്ങളുടെ ഹെയർ ഓയിൽ ഏതാണോ ആ ഒരു ഹെയർ ഓയിൽ 2 ടേബിൾ സ്പൂൺ ചേർക്കുക. 2 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ആ ഒരു കുറച്ചൊന്ന് ഇതാവണം. അപ്പം 2 ടേബിൾ സ്പൂൺ ചേർത്തതിന് ശേഷം നിങ്ങൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് ഇത് തണുത്തതിന് ശേഷം ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിച്ച് നന്നായിട്ടൊരു കുഴമ്പ് രൂപത്തിൽ നമ്മുടെ ഹെയറിൽ തേക്കേണ്ട പാകത്തിന് കുഴമ്പ് രൂപത്തിലേക്ക് ആക്കുക. ഇത് അടച്ച് വെച്ചിട്ട് ഓവർനൈറ്റ് ഒരു ദിവസം അങ്ങനെ വെച്ചിട്ട് അടുത്ത ദിവസം ഈ ഒരു അടപ്പ് മാറ്റിയിട്ട് നിങ്ങൾക്ക് കുറച്ചപ്പോൾ അതൊന്ന് കട്ടിയാകുമ്പോൾ കുറച്ചും കൂടി ഒന്ന് വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് തലമുടിയിൽ പുരട്ടുക. അത് നമുക്ക് കൈകൊണ്ട് പുരട്ടാം, അതല്ലാതെയും പുരട്ടാം. ഞാൻ പറഞ്ഞു നിങ്ങൾക്കിത് നാച്ചുറലായിട്ട് ചെയ്ത് നോക്കാവുന്ന ഒരു നല്ലൊരു ഹെയർ ഡൈ ആണ്. അപ്പോൾ ഇതിനകത്ത് വേറെ കെമിക്കൽ, നമ്മൾ അമോണിയ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മളായിട്ട് ചെയ്യുന്നില്ല. ഈ വാങ്ങിക്കുന്ന ഹെന്ന പൗഡർ നിങ്ങൾ തിരഞ്ഞെടുക്കുക. നാച്ചുറലായിട്ട് ഏറ്റവും 100% നാച്ചുറൽ ആയിട്ടുള്ള പൗഡർ നിങ്ങൾ തിരഞ്ഞെടുക്കുക. അതിപ്പം ഏത് ബ്രാൻഡ് ആണെന്നുണ്ടെങ്കിലും അത് നിങ്ങളുടെ ആ ഒരു ഇതനുസരിച്ച് നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും എത്രത്തോളം നാച്ചുറൽ ആയിട്ടുള്ളത്. നമുക്ക് ആമസോണിലൊക്കെ തന്നെ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ അത്രയും നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയന്റ് നിങ്ങൾ തിരഞ്ഞെടുക്കുക. മൈലാഞ്ചി പൊടി, ഇൻഡിഗോ, ബൃങ്കരാജ്, അംല പൗഡർ, ഇത് ഇത്രയും ചേർക്കുക. ഇത് ഇത്രയും നിങ്ങൾ സെലക്ട് ചെയ്യുക. പിന്നെ നമുക്ക് ലെമൺ ജ്യൂസും ഓയിലും വെള്ളമാണ്. വെള്ളത്തിന് പകരം നമുക്ക് തൈരും യൂസ് ചെയ്യാം. തൈരും നമുക്ക് ഇതിൽ യൂസ് ചെയ്ത് തലയിൽ പുരട്ടാവുന്നതാണ്. അപ്പോൾ ഈ ഒരു പൗഡർ വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോഴും ഡൈ തയ്യാറാക്കുന്നോ അല്ലെങ്കിൽ എന്ന് നിങ്ങൾക്ക് ഡൈ വേണോ അതിന്റെ തലേന്ന് നിങ്ങൾ ആവശ്യത്തിന് മാത്രം ചെയ്യുക. ഈ ഒരു മിക്സ് പാകമാക്കി വെച്ചിട്ട് അതിന്റെ ബാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടോ അല്ലാതെയോ നിങ്ങൾക്ക് വീണ്ടും യൂസ് ചെയ്യാൻ പറ്റില്ല. ആവശ്യമുള്ളപ്പോൾ ഈ പൗഡർ ഇതുപോലെ മിക്സ് ചെയ്ത് ഒരു ഇരുമ്പ് ചീനിച്ചട്ടിയിൽ ചൂടാക്കി നിങ്ങൾ ഉപയോഗിച്ചെടുക്കുക. അല്ലാതെ മുന്നേ ഇത് മൊത്തം ചൂടാക്കി വെച്ചിട്ട് ആവശ്യത്തിന് യോജിപ്പിച്ചെടുക്കാം എന്നും വിചാരിക്കരുത്. നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം ഈ 3-4 ഇൻഗ്രീഡിയൻസും ഒന്ന് ചൂടാക്കിയെടുക്കുക. അതിൽ മൈലാഞ്ചിപ്പൊടി നമ്മൾ ചൂടാക്കുന്നുമില്ല. മൈലാഞ്ചിപ്പൊടി നമ്മൾ ചൂടാക്കേണ്ട കാര്യമില്ല. നമുക്ക് ചൂടാക്കേണ്ട കാര്യം ഫസ്റ്റ് നെല്ലിക്കാപ്പൊടി, അത് കഴിഞ്ഞിട്ട് നീലയമരിയുടെ പൗഡർ, അത് കഴിഞ്ഞിട്ട് ബൃങ്കരാജ് കയ്യോന്നി പൗഡർ, ഇത് ഇത്രയുമാണ്. അപ്പോൾ അംല, ഇൻഡിഗോ, ബൃങ്കരാജ് ഈ 3 പൗഡർ മാത്രമാണ് നമ്മൾ ചൂടാക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾ നാച്ചുറലായിട്ട് തന്നെ ഹെയർ ഡൈ നമുക്ക് തയ്യാറാക്കാൻ പറ്റും. ഇത് നിങ്ങളൊന്ന് തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഡൈ ഇങ്ങനെ തന്നെ തയ്യാറാക്കി ഇങ്ങനെ ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങളിത് ചെയ്തതിന് ശേഷം നിങ്ങളുടെ കമന്റുകൾ അറിയിക്കുക. നല്ലൊരു വീഡിയോയുമായിട്ട് ഇനിയും കാണാം. അതുവരെ ബൈ.